ഇൻഡിഗോ വിത്ത് ഇൻഡിഗോ ദുപ്പട്ട ആണ് വന്നേക്കുന്നത് കേട്ടോ. കോട്ടൺ വരുന്നുണ്ട്, കോട്ടൺ വിത്ത് ഷിഫോൺ ദുപ്പട്ടയും വരുന്നുണ്ട്, കോട്ടൺ വിത്ത് കോട്ടൺ ദുപ്പട്ടയും വരുന്നത്. ഇത് വന്നേക്കുന്നത് ക്രോഷ്യോ ലേസ് വെച്ചിട്ടില്ല. ഇത് കണ്ടോ ക്രോഷ്യോ, ഇതറിയാമല്ലോ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ എത്ര നേരം എടുക്കും. നല്ല രസമുള്ള ക്രോഷ്യോ പാറ്റേണിൽ വന്നിട്ടുള്ള ദുപ്പട്ടയുടെ എൻഡ് പോർഷനിൽ 2 ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആൻഡ് മിഡിൽ പോർഷനിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നത് ഇതുപോലെ കോട്ടൺ സെറ്റ്സ് ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സെറ്റ്സ് ആണ്. ഇതിൽ 2 ഡിഫറെൻറ്റ് പാറ്റേൺ. ഒന്ന് വന്നേക്കുന്നത് കോട്ടൺ, ഇതുപോലെ കോട്ടൺ ഫാബ്രിക്കിൽ കോട്ടൺ ദുപ്പട്ട ഈ ക്രോഷ്യോ പാറ്റേണിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ ഒരു പാറ്റേൺ വന്നേക്കുന്നത് ഇതുപോലെ കാന്ത വർക്ക് വന്നിട്ടുള്ള കോട്ടൺ ഡിസൈനാണ്, കോട്ടൺ സെറ്റാണ്. അതിൽ വന്നേക്കുന്ന ദുപ്പട്ട എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ദുപ്പട്ട, അങ്ങനത്തെ ദുപ്പട്ടയുമാണ് ഉണ്ടോ. ഇതുപോലെ 2 ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള 2 ഡിഫറെൻറ്റ് ഡിസൈനുമാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ എലഗൻ്റ് ആയിട്ടുള്ള സെറ്റ്സാണ്. ഇൻഡിഗോ എപ്പോഴും ട്രെൻഡിങ് ആണല്ലോ. പിന്നെ ഇൻഡിഗോയുടെ കളർ ബ്ലീഡ് ആവും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഫസ്റ്റ് വാഷ് പ്ലെയിൻ വാട്ടറിലൊന്ന് വാഷ് ചെയ്ത് എക്സ്ട്രാ കളേഴ്സ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ പൊയ്ക്കോളും. പിന്നെ അത് ലാസ്റ്റ് ചെയ്തോളൂ കേട്ടോ, അങ്ങനെ കിടന്നോളൂ, അത് കുഴപ്പമൊന്നും ഇല്ല. ഫസ്റ്റ് വാഷ് മാത്രം ഒന്ന് പ്ലെയിൻ വാട്ടറിൽ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബുക്കിംഗ്സ് സൈറ്റ് ടു ചെയ്യുക. www.glitzindia.in സൈറ്റ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. രണ്ട് ഡിഫറെൻറ്റ് റേഞ്ചിലാണ് വന്നേക്കുന്നത്. ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് വൺ കോട്ടൺ ആണ്. 2ഉം ടോപ്പ് ചെയ്യാവുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. ഡബിൾ ടോപ്പ് ചെയ്യാവുന്ന രീതിയിലാണ് ഫാബ്രിക് വന്നേക്കുന്നത്. 1620 ആണ് റേറ്റ്. പ്യുവർ കോട്ടൺ വിത്ത് ബോർഡേഴ്സ് ഒക്കെയാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു ഫ്ലെയർഡ് ആയിട്ടുള്ള ടോപ്പൊക്കെ തയ്ച്ചിടുക. ഒരെണ്ണം ഫ്ലെയർഡ് ആയിട്ട് തയ്ക്കുക, ഒരെണ്ണം സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കുക, സ്ലിറ്റഡ് തയ്ക്കാം, ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. പിന്നെ സ്ട്രെയിറ്റ് പാൻറ്റ് നമുക്ക് വൈറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ബോട്ടം തന്നെ തയ്ച്ചാലും പ്ലെയിൻ ഒരു ഇൻഡിഗോ ബോട്ടം എന്ന് പറഞ്ഞാൽ, ഈ പ്രിൻറ്റഡ് ഇൻഡിഗോ ബോട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റ് ടോപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ ചെറിയ ഷോർട്ട്സിൻ്റെ കൂടെ ഒക്കെ ഷോർട്ട് ടോപ്പിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ബോട്ടം തയ്ച്ചാലും നല്ലതാണ്, ടോപ്പ് തയ്ച്ചാലും നല്ലതാണ്. 2 ടോപ്പും ചെയ്യാൻ വേണമെങ്കിൽ വേർത്തായിട്ടുള്ള റൈറ്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ. ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. കോട്ടൺ ദുപ്പട്ട വിത്ത് ക്രോഷ്യോ ലേസ് 4 സൈഡിലും ഉണ്ട്. പിന്നെ മിഡിൽ പോർഷനിലും ഈ എൻഡ് പോർഷനിലും വന്നിട്ടുണ്ട്. 2 ടോപ്പും ബോട്ടും ഇതിനകത്ത് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഔട്ട്ലുക്ക് വരെ. 1620 റേഞ്ച്. ഇനി വരുന്നത് കോട്ടൺ തന്നെ. ഇതിൻ്റെതും ഈ ഒരു ഡിസൈൻ, ചെറിയ വേരിയേഷനേ ഉള്ളൂ ഡിസൈനിൽ മാത്രം. ഇതിൻ്റെ ദുപ്പട്ടായുടെ അതേ ഡിസൈനായിരിക്കും ബോട്ടം വരിക. നോക്കട്ടെ ഒരു മിനിറ്റ്. ഇതുപോലെ ഉണ്ടോ, ഡൾ ഫിനിഷാണ് രണ്ടാമത്തെ ആ ഒരു ബോട്ടം പീസ് വരുക. ഇങ്ങനെ കുഞ്ഞ് ഡിസൈൻ ആയിരിക്കും കേട്ടോ ഇതിൽ വരിക, ഇന്ന പോർഷനിൽ വന്നേക്കുന്നത്. ഇതുപോലെ ദുപ്പട്ട ആൻഡ് ബോട്ടം ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഇങ്ങനെ ഈ ഒരു ഡിസൈനാണ്. ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് കോട്ടൺ ആണ് കേട്ടോ. ഇത് കോട്ടൺ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാനായിട്ട്. ഇതുപോലെ ഇതിൻ്റെ ദുപ്പട്ട നല്ല ഡിസൈൻ, ചെറിയ ഡിസൈൻസാണ് എല്ലാം വന്നേക്കുന്നത്. ഈ ഒരു ഡിസൈൻ ഇതിനകത്ത് വന്നേക്കുന്നത് ഇതുപോലെ ഈ ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ ദുപ്പട്ട ഇതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. ഇങ്ങനെ ഇതിന് കുറേ ഡിസൈൻസ് ഉണ്ട്. ഇനി ഷിഫോൺ ദുപ്പട്ട എടുത്തു കുറേ പാറ്റേൺസ് ഉണ്ട്. ഓരോന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം. കാരണം ഇത് ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ടൈം എടുക്കുന്നുണ്ട്. ഇതെടുത്തു. ഇനി വരുന്നത് കാന്ത വർക്ക് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. 1595 ആണ് റേറ്റ്. ഇതിങ്ങനെ ബോട്ടം സെപ്പറേറ്റ് ആണോ? ഇതിൻ്റെ ബോട്ടം സെപ്പറേറ്റ് ആണ് കേട്ടോ വെച്ചേക്കുന്നത്. സെയിം തന്നെ നിങ്ങൾക്ക് 2ഉം ഡബിൾ ടോപ്പ് ചെയ്യാം. ദുപ്പട്ടയാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഐറ്റം. ഇതാണ് ദുപ്പട്ട. ഇതിൻ്റെ ബോട്ടം വന്നേക്കുന്നത്. ഇതിൻ്റെ ബോട്ടത്തിൽ ഇതുപോലെ ബോർഡേഴ്സ് പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ് വൺ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം. ഇൻഡിഗോ ഒക്കെ എപ്പോഴും ട്രെൻഡിങ് ആണ്. ഈ ഒരു ചൂട് സമയത്തൊക്കെ അടിപൊളിയാണ്. ഇത് ഇടാനും നല്ലതാണ്, കംഫർട്ടബിളും ആണ്. ദുപ്പട്ടയാണെങ്കിൽ ഈ ഷിഫോൺ ദുപ്പട്ട സിംപ്ലി വെയർ ചെയ്യാനായിട്ട് നല്ലതാണ്. ആൻഡ് ബോട്ടം ഇങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഷോപ്പിലും അവൈലബിൾ ആണ്. എല്ലാം കൂടി നമുക്ക് കാണിക്കാൻ പറ്റാത്തതുണ്ട്. റാൻഡം പിക്ക് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് പല പാറ്റേണിലൊക്കെ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാവുന്നുള്ളൂ. നിങ്ങൾ പിന്നെ ഇൻട്രസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ പാറ്റേൺസ് ഡിസൈൻസൊക്കെ കിട്ടുമല്ലോ. ഇൻഡിഗോ ഒക്കെ നെക്ക് പാറ്റേൺ ഒക്കെ ഡിഫറെൻറ്റ് രീതിയിൽ തയ്ച്ച് വെച്ചാൽ നല്ലത്. എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാറ്റേണാണ് ഈ ഇൻഡിഗോ ഷീറ്റ്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീൻ വിത്ത് അതർ വീഡിയോ.
നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.